ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ? കണ്ടോ? ഇതൊരു കീരവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. കണ്ടോ? ഇതിൻ്റെ പൂ കണ്ടോ? ഇതിന് നമ്മൾ പേത്തവര എന്നാണ് പറയുന്നത്. കണ്ടോ? പേത്തവര. ഇതൊരു ഔഷധ ഗുണമുള്ള ഏറ്റവും നല്ലൊരു ചെടിയാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് രക്തശുദ്ധീകരണത്തിന് ഒക്കെ നല്ലതെന്നാണ് പറയുന്നത്. ഇത് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഒരുപാട് കീരവർഗ്ഗങ്ങളൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് പ്രത്യേകം ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇത് അതിൻ്റെ വിത്തുകളാണ്. ഇവിടെ നിറച്ച് എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് അടുത്ത് ഇന്ന് തോരൻ വയ്ക്കണമെന്ന് വിചാരിക്കുകയാണ്. ഞാനൊന്ന് കുറേ പറിച്ചെടുക്കട്ടെ. ഭയങ്കര ടേസ്റ്റുള്ള ഒരു തോരൻ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇലയാണ്. നിങ്ങൾ ആരും ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതാരും പിന്നെ ഇതിനെ എടുക്കാതെ പോകരുത്. എടുത്ത് തോരൻ വെച്ച് കഴിക്കുക. നിങ്ങൾ കഴിച്ചിട്ട് പറയൂ. കണ്ടോ? ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനിതിൻ്റെ വിത്ത് കുറച്ച് പാകിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഇതിവിടെ ധാരാളം പൊടിച്ച് നിൽക്കുന്നത്. കണ്ടോ? അപ്പോൾ ഞാൻ അടിക്കടി എടുത്തതിനെ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. കണ്ടോ? പൂക്കളായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ തോരന് കണക്കാക്കി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്ര ഇല എടുത്തിട്ടുണ്ട്. ധാരാളം ഇല എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലതിൽ ഒരു പിടിക്ക് ഞാൻ ഈ ഇല വാഷ് വെച്ച് ഒന്ന് കഴുകണം. നന്നായിട്ട് കഴുകണം. എൻ്റെ മണ്ണ് എല്ലാം പോകണം. വേണമെങ്കിൽ അരിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വേണമെങ്കിൽ കഴുകാം. നന്നായിട്ട് ആദ്യമേ കഴുകിയ അതിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് വൃത്തിയായിട്ട് ഞാൻ കഴുകി. പിന്നെ ഇതിനെ ഊരിയെടുത്ത് അരിയണം. അപ്പോൾ കണ്ടോ, ഞാൻ ഇതൊരു പാത്രം നിറച്ച് ഇതിൻ്റെ ഇല ഊരി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇല ഊരി ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിനെ കീര ഒക്കെ തോരൻ വയ്ക്ക് അരിയുന്നത് പോലെ ചെറുതായിട്ട് നെടുന്നതായിട്ട് അരിയണം. ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ഇലയാണ്. നിങ്ങളെല്ലാവരും ഇത് ഉപയോഗിക്കണം. അത് മാത്രമല്ല, ഇത് നമ്മൾ നേരത്തെയൊക്കെ പനിയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. നല്ലതെന്നൊക്കെ പറയപ്പെടുന്നു. അത് മാത്രമല്ല, തോരന് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ടേസ്റ്റ് ഏറിയ ഒരു കീര ആണ് ഈ പേത്തവര എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അരിയാനായിട്ടുള്ള ശ്രമമാണ്. അരിഞ്ഞതിന് ശേഷം ഇതിനെ തോരൻ വയ്ക്കുന്നതാണ്. അപ്പോൾ നോക്കൂ, ഞാൻ ഇതിനെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ തോർത്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ തോരൻ ചോറിലേക്ക്. പിന്നെ ഞാനിനി ഇത് അരിഞ്ഞ് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചേരുവകൾ ചേർത്ത് തോരൻ വയ്ക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ തോരൻ വെച്ച് കഴിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നല്ലവണ്ണം കഴുകിയിട്ടാണ് ഇത് അരിയാൻ വേണ്ടി. അരിഞ്ഞിട്ട് വീണ്ടും കഴുകി കഴിഞ്ഞാൽ, അങ്ങനെ സാധാരണ ആരും ചെയ്യത്തില്ല, എങ്കിൽ പോലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഭാഗങ്ങളെന്ന് വെച്ചാൽ വെള്ളത്തിൽ കൂടെ അതിൻ്റെ സത്തൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും വൃത്തിയായിട്ട് നല്ലവണ്ണം കഴുകിയതിന് ശേഷം അരിയണം കേട്ടോ. അപ്പോൾ തോരന് അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചക്ക അവിയൽ വെക്കണമെന്നൊരു ചെറിയ മോഹം. അപ്പോൾ അതിൻ്റെ ചുളയൊക്കെ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചക്ക അവിയലും വെക്കണം. പിന്നെ ഇന്നത്തെ ഭക്ഷണമാണ് ഞാൻ തയ്യാറാക്കുന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ ചക്ക അവിയലും
പേത്തവര തോരനും പിന്നെ അടുത്ത് ഇത് മോര് കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ചക്ക അവിയൽ വയ്ക്കാൻ വേണ്ടി അരിയാൻ പോവുകയാണ്. അപ്പോൾ അവിയൽ ഉണ്ടാക്കേണ്ട ചക്ക ഞാൻ അരിഞ്ഞ് പാകപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കഴുകി മറ്റൊരു പാത്രത്തിലിട്ട് ഞാൻ മാറ്റാൻ പോവുകയാണ്. ഇനി ചേരുവകൾ ചേർത്ത് ഒന്ന് മിക്സിയിൽ ഒരടി അടിച്ച് ഇത് ചേർക്കും. അപ്പോൾ ഞാൻ ചക്ക അവിയൽ വയ്ക്കാൻ വേണ്ടി അതിൻ്റെ ചേരുവകളാണ് ചിരികിയ തേങ്ങ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, മുളക് പൊടി, ജീരകം, കറിവേപ്പില. ഇത്രയാണ് ഞാനിപ്പോൾ മിക്സിയിലിട്ട് 2 പ്രാവശ്യം 2 അടി അടിക്കും. കാരണം അവിയലായതുകൊണ്ട് ഒരുപാട് പിന്നെ അരയണ്ട. അറിയാമല്ലോ, ചില ആൾക്കാർ പച്ചമുളക് അരയ്ക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ചക്കയുടെ അളവനുസരിച്ചാണ് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ചേർക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് ജാറിലോട്ട് അരിയിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പിനെ ഒന്ന് ഞാൻ കഴുകി വെച്ച ചക്കയിലോട്ട് ആഡ് ചെയ്യണം. ശകലം വെള്ളം ജാറിലൊഴിച്ച് ഒന്നതിന് ഇളക്കി എടുത്ത് ഒരുപാട് വെള്ളം വെച്ചാലായി. ഇങ്ങനെ ഞാനൊന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടി ശകലം ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നേ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് വിരകുന്നു. കണ്ടോ ഭയങ്കര ഇരിക്കുന്നു കാണാം. എല്ലാ ചക്കയുടെ എല്ലാ ഭാഗത്തും അരപ്പൊന്ന് പിടിക്കണം. കരിവേപ്പിലയുടെയും വെളുത്തുള്ളിയും കരിവേപ്പില അല്പം കൂടുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നന്നായിട്ട് തന്നെ ഇരിക്കും, നല്ല മണമായിരിക്കും. അപ്പം അരപ്പ് എല്ലായിടവും പിടിച്ചിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വേവിക്കുന്ന ഒരു കലത്തിലോട്ട് ഇതിനെ മാറ്റി അടുപ്പിൽ വെച്ച് വേവിക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ അവിയൽ ഉണ്ടാക്കുന്ന കലത്തിലോട്ട് മാറ്റി ഇനി ഞാൻ അടുപ്പത്തോട്ട് എടുത്ത് വയ്ക്കുകയാണ്. അല്ലോ, ഒരുപാട് വെള്ളമൊന്നും വെച്ച് കളയരുത്. വെച്ചാൽ ഇത് അങ്ങനെ കുഴഞ്ഞു പോകും. മറ്റത് അവിയൽ നല്ല ഇതിലുണ്ടായിരിക്കണമെങ്കിൽ വെള്ളം കുറച്ച് അരപ്പ് വരെ വയ്ക്കുക. ഇനി അടച്ചു വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ തോരനും ഞാൻ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വെക്കേണ്ട ചേരുവകൾ ഇതാ നോക്കിക്കോളൂ. തേങ്ങ ചിരകിയത്, മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, ഇത്രയും. പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയാണ് ഞാൻ തോരൻ അരച്ചെടുക്കുന്നത്. ചില ആൾക്കാർ പച്ചമുളകാണ് തോരൻ ഉപയോഗിക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് തന്നെയാണ് തോരൻ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേക കളറും ടേസ്റ്റുമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓരോരുത്തർ ചെയ്യുന്നു, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഞാൻ നേരത്തെയുള്ള അതുപോലെ തന്നെ അതിൽ കരിവേപ്പില മാത്രം ഇപ്പോൾ ഇതിൽ വെച്ചിട്ടില്ല. ബാക്കിയെല്ലാം അപ്പോൾ നമ്മുടെ കടുക് താളിക്കുമല്ലോ, അപ്പോഴത്തേക്ക് കരിവേപ്പില ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ആവശ്യത്തിന് എടുത്തോളണം. കാരണം തോരൻ്റെ ഇത് ഇല അനുസരിച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരടി അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ തോരന് വേണ്ടി ഒരടി അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. അതിന് ഞാനിതിലോട്ട് ഒന്ന് ആഡ് ചെയ്യുന്നു.
ഇനി പാകത്തിന് ഞാൻ ഉപ്പ് ചേർക്കണം. ഇതനുസരിച്ചാണ് ചെയ്യേണ്ടത്. വെള്ളം ഉപ്പൊന്നും വാരിയിട്ട് കളയരുത്. അപ്പം ഞാനിതിനൊന്ന് എല്ലാ ഇലകളിലും ഈ അരപ്പ് പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് ഒഴിക്കും. എന്നാലേ എല്ലാ ഇലകളിലും അരപ്പ് നന്നായിട്ട് മിക്സ് ആവുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് ഇലയിൽ പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും തോരൻ വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാ ഇലയിലും അപ്പോൾ അരപ്പ് പാകത്തിന് വെച്ചിട്ടുണ്ട്. ഇനി താളിച്ചതിന് ശേഷം തോരൻ വയ്ക്കും. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ ഞാൻ കുറച്ച് സമയത്തിന് മുമ്പേ വെച്ചതാണ്. അപ്പോൾ എന്ത് പാകമായെന്നൊന്ന് നോക്കട്ടെ. മണം വരുന്നുണ്ട് കരിവേപ്പിലയുടെ വെളുത്തുള്ളിയുടെയൊക്കെ. ഒന്ന് ഈ തുടുപ്പ് കൊണ്ട് തന്നെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ എടുക്കാത്ത. കാരണം അടി പോഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയും വെള്ളമൊക്കെ നമ്മൾ അവിയലിന് കുറച്ചല്ലേ വയ്ക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ തീ കുറച്ച് വയ്ക്കാനാണ് പോകുന്നത്. ഇപ്പോൾ നല്ല തീ കത്തുന്നു. അപ്പോൾ ചക്ക ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തീ മാറ്റി കൊടുക്കാം. അവിയൽ നന്നായിട്ട് പാകമായിട്ടുണ്ട്. കണ്ടോ, നല്ല പുറപുറായിട്ടിരിക്കുന്നു. കണ്ടോ. ഇനി ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ആവിയിലിരുന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ അവിയൽ തയ്യാറായി കഴിഞ്ഞു. ചോറ് ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ചോറാണ് വെച്ചത്, പിന്നെ അവിയൽ, പിന്നെ ഇനി തോരൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മീൻ വയ്ക്കണം. അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. മണി 11:30 മണിയായി രാവിലെ. അപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ റെഡി. ഇനി ഞാൻ അതിനങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണേ. മാറ്റി വെച്ചിട്ട് തോരൻ വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിനി തോരൻ വയ്ക്കാനാണ് പോകുന്നത്. അതിന് ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കുന്നത്. കടുക് താളിക്കാനാണ്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുന്നു. ഇത് കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് എണ്ണ ഞാൻ ഒഴിക്കത്തില്ല. കുറച്ച് എടുക്കത്തുള്ളൂ എന്ത് കറി ഉണ്ടെങ്കിലും. അപ്പോൾ അത് മതി. ഓക്കെ. അപ്പോൾ എണ്ണ ഒന്ന് തിളയ്ക്കുമ്പോൾ ഞാൻ ആദ്യം അതിലോട്ട് ഉള്ളി ഇടുന്നു. എന്നിട്ട് ചട്ടുകം കൊണ്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴേ അത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ഞാൻ ആ വറ്റൽ മുളകാണ് 2-3 ഇടുന്നത്. ഞാൻ കടുക് ഇടാൻ പോകുന്നു. കടുകൊന്ന് പൊട്ടട്ടെ. ഇനി ഞാനിതിലോട്ട് കുറച്ച് ഉഴുന്നും പരിപ്പിടാൻ പോവുകയാണ്. ഉഴുന്ന് തൊലി കളഞ്ഞ ഉഴുന്നാണ്. അത് നല്ല മണമായിരിക്കും. അതിനകത്ത് കിടന്നൊന്ന് കരിഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ, ഉഴുന്നും പരിപ്പ്. ഇനി ആ കരിയേപ്പിലയും കൂടെ അതിനോട്ട് ആഡ് ചെയ്യണം. ഉഴുന്നും പരിപ്പ് നന്നായിട്ട് ചുമന്ന് ഒരു മണം വരും. അതുവരെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും.
കത്തിക്കുന്നത്. അതിൻ്റെ കുഴലൊക്കെ ഉണ്ട്. കണ്ടോ, കടുക് പൊട്ടിയിട്ടുണ്ട്. ആ ഉഴുന്നും പരിപ്പ് ബ്രൗൺ കളറിലായിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിൽ നല്ലൊരു മണം വരുന്നത്. ഇതിലോട്ടാണ് ഞാൻ തോരന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം ചേർക്കുന്നത്. ഇതെല്ലാം അതിലോട്ടൊന്ന് ആഡ് ചെയ്യാം. ഇനി ഒന്ന് ചട്ടോട്ട് കളയാതെ നോക്കണം. പുറത്തിടണം. ഇനി അങ്ങനെ ഇരുന്ന് ഒന്ന് വേഗട്ട് അടച്ചൊന്ന് വെച്ചാൽ മതി. അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അങ്ങനെ വേഗം ചെറുതീയിലങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പേർത്തവര തോരൻ എന്തായെന്നൊന്ന് നോക്കിയൊക്കെ അടിപൊളി നന്നായിട്ട് പാകം വന്നിട്ടുണ്ട്. നല്ല മണവും ഉണ്ടോ, നന്നായിട്ടുണ്ട്. അപ്പം എൻ്റെ തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി ഞാൻ അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നത്. ഇനി അടുത്ത് മീൻ വയ്ക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ഞാൻ ചക്ക അവിയൽ വെച്ചു, തോരൻ പേർത്തവര തോരൻ വെച്ചു. ഇനി മീൻ കിട്ടി, അതിനൊന്ന് കഴുകാനായിട്ട് പോവുകയാണ്. ഇത് ചെറിയ മീനാണ്, കൊഴിയാട് എന്നാണ് ഇതിന് പറയുന്നത്. മറ്റുള്ള സ്ഥലത്ത് എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി ക്ലിയർ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഞാൻ നല്ലവണ്ണം മീൻ എൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തിനി എൻ്റെ ചേരുവകൾ ചേർത്ത് ഞാൻ മീൻ കറി വയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ കൂടെ അരിഞ്ഞ് ചേർക്കാൻ പോകുന്നു. കുറച്ച് പച്ചമുളക്, ഒരു തക്കാളിക്കപ്പഴം, ഒരു മാങ്ങ, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ മീനിൽ കൂടെ ചേർക്കാൻ പോകുന്നു. മുരിങ്ങയ്ക്ക കടയിൽ പോയപ്പോഴത്തേക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ മുരിങ്ങയ്ക്കയും കൂടെ ഞാനിതിൽ ഇടുമായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒന്ന് അരിഞ്ഞ് ചേർക്കാൻ പോകുന്നേ. അപ്പോൾ ഇത് കണ്ടോ, മാങ്ങ, പച്ചമുളക്, തക്കാളിക്കപ്പഴം ഇത്രയൊക്കെ അരിഞ്ഞ് ഞാൻ കഴുകി വെച്ച മീനിൽ കൂടെ ഇത്രയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഇടുമ്പോഴത്തേക്കാണ് ആ മീനിന് വലിയൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. മാങ്ങയും മുരിങ്ങയ്ക്ക കൂടെ ഇട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും, പക്ഷേ ഇത് കിട്ടിയില്ല. ശരി, ഇനി അടുത്ത് അരയ്ക്കേണ്ട കാര്യങ്ങളാണ്, അതിനോട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ തക്കാളിക്ക, പച്ചമുളക്, മാങ്ങ അത്രയും അരിഞ്ഞ് അതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ചേരുവകളാണ്, അരയ്ക്കേണ്ട സാധനങ്ങളാണ്. അപ്പോൾ ഇത് കരിവേപ്പില, ഇത് 2 അല്ലി വെളുത്തുള്ളി, ഇത് വറുത്ത ഉലുവ, ഇത് മല്ലിപ്പൊടി, ഇത് മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് 2-3 പീസ് ഉള്ളി, ഇത് ശകലം തേങ്ങ വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ തേങ്ങ ഉപയോഗിക്കത്തില്ല, അത് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ശകലം തേങ്ങ വെച്ചിട്ടുണ്ട്. പിന്നെ ശകലം ഇഞ്ചി, 1 പീസ് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ ഞാൻ കരിവേപ്പില എന്ന് പറയുന്നത് ഇതിൽ കൂടെയിട്ട് അരയ്ക്കത്തില്ല. അത് മീൻ വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ അങ്ങനെ ഊരി അങ്ങനെ ഇടും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യത്തിന് മീനിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ മീനിൻ്റെ ആവശ്യത്തിന് വേണ്ട സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ വറുത്താണ് എല്ലാം അരയ്ക്കുന്നത്.
ഞാൻ പച്ച അരയ്ക്കത്തില്ല. കാരണം തേങ്ങ ചൂടാക്കും, അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്തേ അരയ്ക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ വറുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ശരി, ചീനിച്ചട്ടി ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി. ഞാനതിലോട്ട് തേങ്ങയാണ് ആദ്യം ഇടുന്നത്. തേങ്ങ ഒന്ന് വറുക്കണം. മീൻ വറുത്ത് അരയ്ക്കുന്നത് കൊണ്ട് നല്ല മണവും രുചിയും ഒക്കെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൊരിയണ്ട, ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ എണ്ണ മയമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അത് മാത്രമല്ല, ചില ആൾക്കാർ മീനിൽ തേങ്ങ അരയ്ക്കാറില്ല. ഞാൻ ഏകദേശമുള്ള മീനിൽ തേങ്ങ അരയ്ക്കും. ഒന്നല്പം ഒന്ന് ഇതാകട്ടെ. അപ്പോൾ തേങ്ങ ഒന്ന് ചുമത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ മുളക് പൊടി അങ്ങോട്ട് എടുക്കുകയാണ്. മുളക് പൊടിയും മല്ലിപ്പൊടിയും തീ ഒന്ന് കുറച്ച് വയ്ക്കണം. അതിലോട്ട് തന്നെ വറുത്ത് വെച്ച ഉലുവ ഇടുന്നു, ഉള്ളി ഇടുന്നു, ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിടുന്നു. അപ്പോൾ എല്ലാ സാധനവും കൂടെ ഞാൻ ഒത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കട്ടെ. മഞ്ഞ എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് വറുത്തെടുക്കും. ഒരുപാട് കരിയണ്ട, ശകലമൊന്ന് ചുമപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ആയിട്ടുണ്ട്. ഞാനിതിനെ ഇറക്കാൻ പോവുകയാണ്. അപ്പം ഇത് പാകത്തിന് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ മീനിൻ്റെ അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അത് കഴുകി വെച്ച മീനിലോട്ട് ഞാൻ ഒഴിക്കുകയാണ്. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് പാകത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർന്ന് കലക്കി വയ്ക്കണം. ഇനി പുളി, കുടംപുളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ കുടംപുളി ഇല്ല, അതുകൊണ്ട് സാദാ പുളിയാണ് ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ മാങ്ങ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് രുചിക്ക് വേണ്ടി. ഒരുപാട് പുളി വേണ്ട. അതിനെ ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ചേർക്കുകയാണ്. മാങ്ങ ഇട്ടതുകൊണ്ട് നല്ല പുളിപ്പായിരിക്കും, അതുകൊണ്ട് കുറച്ച് പുളി, അത് രുചിക്ക് വേണ്ടി അങ്ങനെ ഞാനതിൽ പിഴിഞ്ഞൊഴിക്കുകയാണ്. ശരി, അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. ഇനി അടുപ്പത്തോട്ട് വെച്ച് ഞാൻ തീ കത്തിച്ച് വേവിക്കുകയാണ്. ആവശ്യത്തിന് മീൻ വേകാനുള്ള വെള്ളം വെക്കണം. മീനിൻ്റെ അളവനുസരിച്ച് വെള്ളം വെക്കണം. ശരി, ഓക്കെ. ഇനി തീയിട്ട് മീൻ വേവിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ മീൻ എന്ത് പരുവായെന്ന് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട്. അതോ വെന്ത് പാകം വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട്ട് എൻ്റെ കരിവേപ്പില ചേർക്കാൻ പോവാണ്, ഊരിയിടാൻ പോവാണ്. കരിവേപ്പില കുറച്ച് തന്നെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണത്തിനുള്ള മീനും തയ്യാറായിട്ടുണ്ട്. ഒന്നാമത് കുറച്ചുകൂടെ മീൻ വറ്റാനുണ്ട്.
ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഉച്ചഭക്ഷണം എല്ലാം തയ്യാറായിട്ടുണ്ട്. ചക്ക അവിയലും മീൻ കറി വെച്ചതും, അടുത്ത് തൈര്, അടുത്ത് പേത്തവരത്തോരൻ. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സമയം 1:10 അപ്പോൾ എനിക്ക് വിശക്കുന്നു. ഞാൻ ചോറ് കോരി കഴിക്കാനുള്ള ശ്രമമാണ്. ഒന്ന് ചോറ് കോരട്ടെ. എനിക്ക് ചോറ് പോലെയാണ്. അടുത്തിനി ഒന്ന് ചക്ക അവിയലൊന്ന് പോരട്ടെ. ചക്ക അവിയലും ചോറും ഭയങ്കര ടേസ്റ്റ്. കണ്ടോ, കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. കണ്ടോ, ചക്ക അവിയൽ. ചക്ക അവിയൽ ചോറ് എല്ലാം കൂടെ ഒരിടത്താണല്ലോ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഇനി ഒരു പ്ലേറ്റിൽ തന്നെ ഞാനെല്ലാം എടുക്കുന്നുണ്ട്. ചക്ക അവിയൽ, അടുത്ത് ഇതാ തോരൻ, അത് ശകലം എടുക്കട്ടെ. പേത്തവര തോരൻ അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല ഔഷധമുള്ള ഒരു സാധനമാണ്. അടുത്തിന് മീൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ പാകത്തിൽ വെച്ചിട്ടുണ്ട്. മാങ്ങയും പച്ചമുളകും തക്കാളിക്ക് പഴവും കൂടെയാണ് ചേർത്തിട്ട് ഞാൻ മീൻ വെച്ചത്. അപ്പം ഞാൻ മീനും കുറച്ച് എടുക്കുന്നു. കണ്ടോ, അടിപൊളി. നല്ല കുഴമ്പ് രൂപത്തിലാണ് ഞാൻ മീൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചക്ക അവിയലുണ്ട്, ഇതിൽ മീൻ കറിയുണ്ട്, ചോറുണ്ട്, തോരനുണ്ട്. ഇനി എനിക്ക് കഴിക്കേണ്ടത് കുറച്ച് തൈര് കൂടെയുണ്ട്. തൈര് നല്ലതല്ലേ എപ്പോഴും ശരീരത്തിനും ഒക്കെ നല്ലത്. അതുകൊണ്ട് ഞാൻ തൈരും കൂടെ കൂട്ടിയാണ് കഴിക്കാൻ പോകുന്നത്. ശകലം തൈര് ഇതിലോട്ട് തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് വയ്ക്കുന്നത്. ഒറ്റത്ത് അവിടെ ഇരുന്നോട്ടെ, വേണമെങ്കിൽ എടുത്തോളാം. അപ്പം എൻ്റെ ഉച്ചഭക്ഷണം ഞാനിതാ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ടല്ലോ, ഇന്നത്തെ ഭക്ഷണമാണ്. രാവിലെ ഞാനൊരു 10 മണിയായപ്പോഴേ എല്ലാ പാചകങ്ങളും തുടങ്ങി. 1 മണിയായപ്പോൾ എല്ലാം തീർന്നു. ഇനി ഇതാ കഴിക്കാനായിട്ടുള്ള ശ്രമമാണ്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണ്. കണ്ടോ, ഇന്നത്തെ ഉച്ചഭക്ഷണം. തൈര്, ഇത് വന്നിട്ട് കഞ്ഞിവെള്ളമാണ്. ഞാൻ ചോറ് കഴിക്കുമ്പോൾ ഇപ്പോഴും കഞ്ഞിവെള്ളമാണ് ഉപയോഗിക്കാറുള്ളത്. കഞ്ഞിവെള്ളം നല്ലതാണ്, ഒരു നേരം കുടിക്കുന്നത്. ഉപ്പൊക്കെ ഇട്ട് കുടിക്കുമ്പോഴത്തേക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. അങ്ങനെ ഓക്കെ, ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവുകയാണേ. തൈര് കൊണ്ട്. അപ്പോൾ ഞാനിതാ കഴിക്കാൻ പോവുകയാണ്. ആദ്യം എൻ്റെ തോരൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. പേത്തവരത്തോരൻ അടിപൊളി കൂട്ടുകാർ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും വീടുകളിൽ വെച്ചുണ്ടാക്കി കഴിക്കണം. അടുത്ത് എൻ്റെ മീൻ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ചക്കയും അവിയലും മീനും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കട്ടെ. പടം അതും അതിനപ്പുറമാണ്. ഗംഭീരം, ഭയങ്കര ടേസ്റ്റ്. നിങ്ങളത് വീട്ടിൽ വെച്ച് കഴിക്കുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഞാൻ വെച്ചു, എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ വെച്ചു, ഉച്ചയ്ക്ക് ഇതാ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്കേ അറിയാൻ പറ്റുള്ളൂ.
അപ്പം നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൻ്റെ വെറൈറ്റി ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തൈരുണ്ട്, തൈര് വേണമെങ്കിൽ തൈര് വെച്ച് കൂട്ടിക്കണം. ഈ അവിയലും ഈ മീനും ഈ തോരനും മാത്രം മതി ഈ ചോറുമായിട്ട് കുഴച്ച് കഴിക്കാൻ, ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. കൂട്ടുകാരെ, അപ്പോൾ ഞാനിന്ന് കഴിക്കുകയാണ്. വലിയ തൃപ്തിയായി. അടിപൊളി ആഹാരം നിങ്ങളെല്ലാവരും വെച്ച് കഴിക്കണം. തുടർന്നും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.